PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC ഇപ്പോൾ വീണ്ടും വയനാട് ജില്ലയുടെ ക്ലർക്ക് ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് 503/2023 കാറ്റഗറി കോഡുള്ള വയനാട് ജില്ലയുടെ ക്ലർക്ക് പാർട്ട് 1 ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ വയനാട് ഡിസ്ട്രിക്ട് ഓൺ ₹26,500 to 60,700 ഓൺ ദ ബേസിസ് ഓഫ് കോമൺ OMR എക്സാമിനേഷൻ ഹെൽഡ് ഓൺ 5/10/2024. അതായത് 5/10/2024 OMR ടെസ്റ്റ് നടത്തിയിട്ടുള്ള വയനാട് ജില്ലയുടെ LDCയുടെ ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ലിസ്റ്റ് ഇപ്പോൾ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റ് പ്രകാരം നിങ്ങളുടെ പ്രൊഫൈൽ മെസ്സേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തവരും കൊടുക്കാത്തവരും ഒക്കെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോ ഇതിൽ എന്ന് PSCയുടെ വെബ്സൈറ്റ് നോക്കി വെരിഫൈ ചെയ്യാം. ഈ പ്രോബബിലിറ്റി ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിൽ 339 ഉദ്യോഗാർത്ഥികളും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 364 ഉദ്യോഗാർത്ഥികളും പിന്നെ ഡിഫറൻഷ്യലി ഏബിൾഡ് ലിസ്റ്റിൽ 17 പേരാണ്. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഈ ഷോർട്ട് ലിസ്റ്റിൽ 720 പേരാണ്. ഇനി ഈ ഷോർട്ട് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയണത് 67.67 ആണ്. അപ്പോൾ അത് ഈ ഷോർട്ട് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വൺ ടൈം വെരിഫിക്കേഷൻ ഉണ്ടാവും. അതിൻ്റെ ഡേറ്റും ടൈമും സ്ഥലമൊക്കെ പിന്നീട് PSC SMS മെസ്സേജോ അല്ലെങ്കിൽ പ്രൊഫൈൽ മെസ്സേജ് വഴിയോ അറിയിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണമൊക്കെ നല്ലോണം കുറച്ചിട്ടുണ്ട് മുൻ വർഷത്തെ അപേക്ഷിച്ച്. ഇപ്പം നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് വയനാട് ജില്ലയിൽ 209 നിയമനങ്ങളാണ് മെയിൻ ലിസ്റ്റ് അല്ലെങ്കിൽ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുള്ളത്. പിന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റ് എല്ലാം കൂടെ ടോട്ടൽ 327 പേർക്കാണ് PSC ഇതുവരെ ഇപ്പം നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് മെമ്മോ അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കൂടാതെ ഇനി കുറച്ച് മാസം കൂടെ, അതായത് ജൂലൈ 31 വരെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഉണ്ടല്ലോ. അപ്പോൾ അതുവരെ കുറച്ച് നിയമനങ്ങളും കൂടെയൊക്കെ നടക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ലിസ്റ്റിൽ നിന്നായിരിക്കും നിയമനങ്ങൾ നടക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ വൺ ടൈം വെരിഫിക്കേഷന് റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.